ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് വൈറ്റ്, ഓറഞ്ച്, ഗ്രീൻ കളറിലുള്ള അക്രിലിക് പെയിൻ്റാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് 3 ഐസ്ക്രീം സ്റ്റിക്ക് കൂടി ആവശ്യമുണ്ട്. ഇനി ഓരോ സ്റ്റിക്കിലായിട്ട് നമ്മളെടുത്തിരിക്കുന്ന ഓരോ കളറായിട്ട് ഇതേപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. കളർ ചെയ്യുമ്പോൾ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ 2 സൈഡിലും ഫുള്ളായിട്ട് കളർ ചെയ്തെടുക്കാം കേട്ടോ. ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കളർ തീമിലാണ് കേട്ടോ നമ്മൾ ഈ ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ചെയ്യേണ്ടത് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക. എന്നിട്ട് അതിൽ സർക്കിൾ ഷേപ്പിൽ ഒരേ സൈസിലുള്ള 3 പീസസ് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഓരോ പേപ്പറും ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം അത് 2ആയിട്ട് സിസർ ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ പേപ്പർ നമുക്ക് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ പീസിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള 3 കളറും ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ മിലിറ്ററി ഓഫീസേഴ്സിനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പേപ്പർ ഒട്ടിച്ചു കൊടുത്തതിൻ്റെ ബാക്കി പോർഷനിലായിട്ട് നമുക്ക് കണ്ണും മൂക്കും ഒക്കെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ഇതിൽ വൈറ്റ് കളറിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള പേപ്പറിൻ്റെ സെൻറ്ററിലായിട്ട് മാത്രം നമ്മൾ ബ്ലൂ കളർ പെന്ന് ഉപയോഗിച്ചിട്ട് അശോക ചക്ര കൂടിയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സർക്കിൾ ഷേപ്പിലും ഒരേ സൈസിലും കട്ട് ചെയ്തെടുത്തിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ 6 പീസസ് ആണ് വേണ്ടത്. അതിനു മുമ്പായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഓരോ കളറിലുള്ള പേപ്പറും ഇതേപോലെ കുറച്ച് ലെങ്ത്തിൽ വിഡ്ത്ത് കുറവായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലേക്കുമാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ ചെറിയ പീസസ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ കാർഡ്ബോർഡിൻ്റെ 2 പീസസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഗം ഉപയോഗിച്ച് 2 കാർഡ്ബോർഡിൻ്റെ പീസും ചേർത്തൊന്ന് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം അതേ കളർ പേപ്പർ തന്നെ ഉപയോഗിച്ച് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ബേസിലേക്കാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫേസും പിന്നെ ആദ്യം നമ്മൾ കളർ ചെയ്ത് കൊടുത്തിട്ടുള്ള ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടല്ലോ, അപ്പോൾ അത് ഓരോന്നായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ അതേ കളറിലുള്ള പേപ്പർ എടുക്കുക. അതായത് കാർഡ്ബോർഡിൻ്റെ ചെറിയ പീസസ് 2 സൈഡിലായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്ത പേപ്പർ ഇല്ലേ, അതെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ സെൻറ്ററിലായിട്ടും അടുത്ത സൈഡ് നമ്മളിപ്പോൾ ഒട്ടിച്ചു കൊടുത്ത വശത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ക്യാപ്പിൽ, അതായത് ഹെഡ് പോർഷനിലുമായിട്ടും ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ താഴെയായിട്ട് അതേ കളറിലുള്ള പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എല്ലാ കളറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് അറേഞ്ച് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനിയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്.
ഇന്ത്യൻ ഫ്ലാഗാണ് കേട്ടോ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു സ്റ്റാൻഡാണ് ആദ്യം തന്നെ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ചെറിയൊരു ക്യാപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ടാണ് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഫ്ലാഗ് ഒട്ടിച്ചെടുക്കുന്നത്. ഈസിയായിട്ട് ചെയ്തെടുത്ത ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്ത് നോക്കാട്ടോ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.